ഗൈസ് നമ്മൾ ഒരു ബേബി മൂൺ പോകാൻ പോവാണ്. ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ്. പാസ്പോർട്ടിൽ നാളെ ആദ്യമായിട്ട് ഒരു രാജ്യത്ത് പോകുന്നതിന്റെ സീൽ വെക്കാം. അത് പതിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അതെ, ഇനി ഇവിടെ ലിസ്റ്റ് കൂടും. Hey guys, welcome back to our new video. Guys, നമ്മൾ ഒരു ബേബി മൂൺ പോകാൻ പോവാണ്. ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ്. എന്റെ ലൈഫിലും എവിടെ ലൈഫിലും ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ്. സത്യം പറയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നേ വരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. പുതിയൊരു രാജ്യങ്ങളൊക്കെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ വഴി കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഹണിമൂണ് ഇവിടെ നമ്മൾ ഇന്റർനാഷണൽ പോയില്ലെങ്കിലും അപ്പുറത്തുള്ള ഇന്റർനാഷണൽ ഇടുക്കിയിൽ നമ്മൾ പോയി, ഒന്ന് മൂന്നാർ പോയി. പോണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങളാൽ പോകാൻ പറ്റിയില്ല. ഞാൻ നമുക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ബേബി മൂൺ എന്തായാലും നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കും എന്നുള്ളത്. ഗൈസ്, നമ്മൾ റിയോ ടാറ്റ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ഒരു ടൂർ ഏജൻസി വഴിയാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആ ടൂർ പോകുന്നതിന് മുമ്പ് കുറച്ച് പർച്ചേസിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ മേക്കായിരുന്നാലും ഇപ്പൊ ഡ്രസ്സ് ആയിരുന്നാലും കുറച്ച് മേടിക്കണം. കാരണം മറ്റൊന്നും കണക്കാവുന്നില്ല ഇപ്പൊ പഴയതുപോലെ. വയറൊക്കെ വലിയ വയറൊന്നുമില്ല, ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തായാലും ലൈഫിൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പറ്റും എന്ന്, ടൂറായിട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അതിപ്പം നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ വൈഫിന്റെ കൂടെയാണ് കേട്ടോ. സാധാരണ പയ്യന്മാരുടെ ഒക്കെ ആയിരിക്കും എല്ലാവരും പോകുന്നത്. ഞാൻ വൈഫിന്റെ കൂടെയാണ്. അപ്പോ ഇനി അടുത്ത് പയ്യന്മാരോട് പോകും. ഇത് കഴിഞ്ഞിട്ട് പയ്യന്മാരോട് പോയി. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഇപ്പൊ പർച്ചേസിന് പോകണം. ഏകദേശം വൈകിട്ടായി. പിന്നെ കുറച്ച് പർച്ചേസ് ഉണ്ട്. മേക്ക് ഡ്രസ്സ് എടുക്കണം, എനിക്കെടുക്കണം. പോകാം ഗൈസ്. മേഘയുടെ അനിയത്തി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. അവർക്ക് ഇത്തിരി സെലക്ഷൻ ഉണ്ട്. ഒരു സ്മോൾ പർച്ചേസ് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തോട്ട്. ഞാൻ ന്യൂ മോഡൽ ക്രോക്സ് മേടിച്ചു. ന്യൂ മോഡൽ എന്തായി? ഏത്? അത് കൊള്ളാം. നിനക്ക് ഡ്രസ്സിൻ്റെ കൂടെ ചേരുന്ന ടൈപ്പ് എങ്കിലൊക്കെ എടുക്കും. രണ്ട് ലുക്കാണ്. ചെറിയൊരു ക്ലാസ്സി ലുക്കുണ്ട് എനിക്ക്. കുറച്ച് ഹൈറ്റ് വെച്ചോട്ടെ മേഘ. അവിടെ 1 ഇഞ്ച് പൊങ്ങി കൊള്ളാടി. അത് കൊള്ളാം. ഇത് കൊള്ളാം. നിനക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് പറ. വണ്ടി ഓട്ടിക്കുമ്പോഴും കാല് തറയെത്തും. ഞാൻ സമ്മതിക്കില്ല. പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞ് ഡെലിവറി കഴിയാതെ ഞാൻ ഓട്ടിയാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഓട്ടിക്കാൻ സമ്മതിക്കത്തില്ല. ഐ ആം ടോക്സിക്. ഞാനും മേഘയും മാച്ച്. എൻ്റെ കുറച്ച് ഡാർക്കാണ്, നേരെ കുറച്ച് ലൈറ്റാണ്. യെസ്, ഇത് ന്യൂ മോഡലാണ്. 4 ദിവസമേ ഉള്ളൂ. എന്നിട്ട് എന്തൊക്കെ ചുമന്നില്ലേലും പർച്ചേസ് ചെയ്ത സാധനങ്ങൾ എന്ത് കെയറോടുകൂടി കൊണ്ടുപോകുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ പർച്ചേസ് ഏകദേശം കഴിഞ്ഞു. ഏകദേശമല്ല, മുക്കാലും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പൊടി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. മലേഷ്യയിൽ താമസിക്കാനല്ലേ പോണം. ആകെ 4 ദിവസത്തെ ടൂറിനാണ് പോണം. നമ്മള് വല്ലപ്പോഴല്ലേ പോണം. എത്ര വയസ്സായി? 30 വയസ്സ് ആവുന്നില്ല. ഈ 30 ഇപ്പൊ എനിക്ക് 25 ആവാൻ പോണം. ഈ 25 പറയാൻ കാണിക്കുന്ന ആവേശം 30-ന് കാണൂല കേട്ടോ. ആവുമ്പോ കേട്ടോ, നാളെ 30 ആവും. ഇല്ലേ? നാളെ ആവൂല. എല്ലാവർക്കും ആവും 30. 25 ആവില്ല. കാര്യമില്ലല്ലോ, നമ്മൾ എങ്ങാട്ടിരുന്ന കണ്ടാതി. അത് നമ്മുടെ എല്ലാ പർച്ചേസിനും കൂടെ പറഞ്ഞോ, ഒറ്റയ്ക്ക് തന്നുണ്ടോ. അപ്പോൾ അങ്ങനത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇനി നേരെ വീട്ടിലോട്ടാണ്. വല്ലപ്പോഴും ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോകണം. ഓക്കെ, ഇതൊരു തുടക്കമാവട്ടെ മേഘു. ഇനി വെച്ചടി നമുക്ക് ഇന്റർനാഷണൽ പോകണം. നമ്മൾ നേരെ ഇനി പാക്കിങ്ങിലാണ്. ബാക്ക് പാക്കിങ്ങിലോട്ട് നമ്മൾ പോവുകയാണ്. എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഓക്കെ. ദേ എക്സൈറ്റഡ് ആണോ? മലേഷ്യയിൽ പോയിട്ട് വരുമ്പോ എന്ത് വേണം? മലേഷ്യൻ പയ്യന്മാരെ കൊണ്ടുവരട്ടെ? അത് വേണ്ട. പിന്നെ അവിടെ പോയ ട്വിൻ ടവർ ഉണ്ട്, അത് പറിച്ചെടുത്തോണ്ട് വന്നാലോ? അതും വേണ്ട. നേരത്തെ അങ്ങനെയല്ലേ പറഞ്ഞത്? നോക്കി അയ്യോ, അടവ് പാവടാ. ഇവക്ക് മലേഷ്യന്ന് വരുമ്പോ നമ്മൾ മലേഷ്യൻ മണ്ണ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഒരു പിടി മണ്ണ് നമ്മൾ കൊണ്ടുവരും. ഇപ്പോൾ നമ്മളുടെ മലേഷ്യ ട്രിപ്പിന്റെ പാക്കിംഗ്
പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘയ്ക്ക് പ്രാവശ്യവും നമ്മൾ ഈ വലിയ പെട്ടി തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴത്തെ പോലെയും ഈ ചെറിയ പെട്ടിയിൽ എന്റെ കുറച്ച് സാധനങ്ങൾ മാത്രം. ഇത്രേ ഉള്ളൂ. അത് വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ചേ ഉള്ളൂ. നിന്നെ പോലെ നിന്റെ അത്ര ഇല്ല. 25 കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളേ. പിന്നെ നമ്മളെ കയ്യിൽ കൊണ്ടുപോകാൻ ബാഗിൽ അതിൽ നമ്മളെ മേഘയുടെ മെഡിസിൻസും അതുപോലെ തന്നെ നമ്മളെ ടാബ് പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് ഇമ്പോർട്ടന്റ് ആണോ? അത് എന്റെ കുട്ടി. ഇനി നമുക്ക് എല്ലാം കൂടി വാരിന്റെ അകത്ത് വെക്കണം. സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് 25 കിലോ ആണ് ഒരു ബാഗിൽ കൊണ്ടുപോകാനായിട്ട് അലോ ചെയ്തിട്ടുള്ളത്. അപ്പോ എന്തായാലും ഡ്രസ് അത്ര 25 കിലോ എന്തായാലും വരത്തില്ല. അത് വേറെ കാര്യം. എന്റെ ഷർട്ടെല്ലാം കൂടി നിൽക്കുമോ എന്നുള്ളതാണ് എന്റെ ഒരു നിക്ക് കുറച്ചല്ലേ ഉള്ളൂ. അത് മതി, നിർത്തണം. എനിക്ക് പിന്നെ കുറച്ചേ ഉള്ളൂ. ഓ ഇന്നലെ നിൽക്കുള്ള എന്റെ ഡ്രസ് എല്ലാം കൂടി ഇതിന്റെ അകത്ത് നിക്കോന്നൊക്കെ പറയണ കേട്ടല്ലോ. ഇല്ലല്ലോടാ, തോൽവി സമ്മതിച്ചല്ല. ഗൈസ് ഒരു ഡ്രസ് വെക്കാൻ മാത്രം സ്പേസ് തരുന്നില്ല. അത് മേഖലയിൽ നമ്മൾ കണ്ടെടുക്കുന്നത്. ഈ ഡ്രസ് നമ്മൾ ഇവിടെ വെച്ചിട്ട് പോകുന്നതായിരിക്കും. അയ്യടാ 009 പെട്ടി. ഇത് അനീഷിന്റെ കടം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കൊരു പെട്ടി ഉണ്ടായിരുന്നു, അതിന്റെ ലോക്ക് മറന്നുപോയി. എടുത്തേ മേഘു. എടുത്തോ. അത് ലാസ്റ്റ് വെച്ചാ മതിയായിരുന്നു. മേഘക്ക് ഇനിയും മിച്ചം സ്ഥലം കിടക്കുവോ അതിന്റെ അകത്ത്. നാളെയാ പോകുന്നത് നമ്മൾ. നാളെ രാവിലെ ഓക്കെ. കൊണ്ടുവരുന്നുണ്ടേ. അപ്പൊ ഗൈസ് ഏകദേശം എന്റേത് ഫുള്ള് കഴിഞ്ഞു. മേഘയുടെ ഒരു കുറച്ച് സ്ഥലം ഞാൻ കടവെടുത്തിന്റെ അകത്ത് വെച്ചു. പിന്നെ നമ്മള് സ്പെക്സും കാര്യങ്ങളൊക്കെ ആ ചെറിയ അതിന്റെ അകത്ത് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. മേഘയുടെ മേക്കപ്പ് സെറ്റും കാര്യങ്ങളെല്ലാം അതിന്റെ അകത്തായിരിക്കും. പിന്നെ മേഘ മറക്കാതെ ഗുളികയുടെ സർട്ടിഫിക്കറ്റ് കൂടി എടുത്തോണേ. പ്രിസ്ക്രിപ്ഷനും കൂടി എടുത്തോണേ. വയ്ക്കും സ്ഥലം 7 കിലോ അതിന്റെ അകത്ത് കൊണ്ടുപോവാ. പിന്നെ അത്ര സ്ഥലം ഇല്ലാത്തത്. അയ്യോ, ക്രോക്സ് എടുത്ത് വെച്ചായിരുന്നു. ഇല്ല, ഞാൻ ഷൂസ് ആയിട്ടുണ്ട് വന്നേ. കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാണ് കുറച്ച് നല്ലത്. കാരണം നല്ല തണുപ്പാണെന്നാണ് പോയ ആൾക്കാർ പറയുന്നത് ഫ്ലൈറ്റില്ല. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് എടുത്തു ഗൈസ്. നീ എന്താ മറ്റേ ജനറൽ കമ്പാർട്ട്മെന്റ് തീവണ്ടിയിൽ പോകുമെന്നാണോ വിചാരിച്ചേ? പിന്നെ ഞാൻ സ്ഥിരം പോവല്ലേ, എനിക്കറിയത്തില്ല. തണുത്തിട്ട് എന്നെ കിടന്ന് വിളിക്കില്ല. ഞാൻ എന്റെ ക്രോക്സും കൂടി എടുത്ത് വെക്കട്ടെ ഗൈസ്. എന്റെ മേഘയുടെ ക്രോക്സ് സെയിം കളർ, പക്ഷെ അല്ല ഇത് ലൈറ്റ് ഒരുപോലെ ഇരിക്കുന്നത്. പക്ഷെ വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് ലൈറ്റ്, ഇത് കുറച്ച് ഡാർക്കാണ്. ഹേ ഗായ്സ്, അപ്പോൾ ഒരുവിധം നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി മേഘ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും കൂടെ ഉള്ളൂ. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, ഉറക്കം. നാളെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. അതെ, പാസ്പോർട്ടിൽ നാളെ ആദ്യമായിട്ട് ഒരു രാജ്യത്ത് പോകുന്നതിന്റെ സീൽ വെക്കാം. ഞാൻ പാസ്പോർട്ട് എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചത് നമുക്ക് പാസ്പോർട്ടൊക്കെ എടുത്തപ്പോഴത്തേക്കും അതിന്റെ അകത്ത് പറ്റ് ബുക്കായിട്ട് യൂസ് ചെയ്യാനേ കൊള്ളാവുന്നുള്ളതാണ്. കാരണം ട്രിപ്പ് ഒന്നും പോവാൻ യാതൊരു പ്ലാനും ഇല്ല. ഞാൻ പാസ്പോർട്ട് എടുത്തത് എക്സാം എഴുതാൻ വേണ്ടിട്ട്. ഞാൻ പാസ്പോർട്ട് എടുത്തത് കേസൊക്കെ വല്ലതും പറഞ്ഞതിന് മുമ്പായിട്ട് വീട്ടുകാരെ എടുപ്പിച്ചതാണ്. ആദ്യമായിട്ട് അത് പതിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ബാക്കി നാളെ. ഹേ ഗൈസ്, അപ്പോൾ നമ്മളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ പോകാനായിട്ട് പോവാണ്. ഇപ്പം 9:00 നമുക്ക് 1:20 ഫ്ലൈറ്റ്. അപ്പൊ പുതിയ മാറ്റ് വാങ്ങിച്ചു. പുതിയ മാറ്റ് മമ്മിയുടെ കേട്ടോ, പുതിയ മാറ്റ്. ഇനി നമ്മൾ ഒരു 3 മണിക്കൂർ മുമ്പ് കയറണം. വെരിഫിക്കേഷൻസും കാര്യങ്ങളുണ്ട്. ബാക്കി എനിക്കിതെല്ലാം ഒരു ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ എനിക്കെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫ്ലൈറ്റിൽ കയറാനും അതിൻ്റെ ഇതെല്ലാം. അപ്പോ കേരളത്തിൽ ചൂടാണ്. മലേഷ്യയിൽ പോയിട്ട് വേണം ഒന്ന് ഇത്തിരി തണുപ്പുള്ള. അപ്പൊ നമ്മളെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്നതും പുതിയ രാജ്യം കാണാൻ വേണ്ടി. എവിടെ പോയി? കൊച്ചി പോയതാ? നമ്മളറിയില്ല ഇതൊക്കെ. അപ്പൊ എന്തായാലും ഇവിടെ ഇറങ്ങാൻ പോകണം. അപ്പൊ കൊണ്ടുപോകാനായിട്ട് നമ്മളെ ചെറുക്കന്മാരെല്ലാം ഉണ്ട്. ആരോമില്ല കേട്ടോ, ആരോമില് ഫാമിലി ട്രിപ്പിലാണ്. വരും, പിക്ക് ചെയ്യാനായിട്ട് വരും. വരുമ്പോൾ അവിടുത്തെ മാറ്റ് വേണോ അതോ പാത്രം വേണോ? പാത്രം ഒന്നും വേണ്ട. ടോക്കിയും പിള്ളേരും ഇരിക്കണ പോട്ടിരാ. ഒരു 5 ദിവസം കഴിഞ്ഞ് വരാം. ഓക്കെ, അതെ, നിങ്ങൾ വാട്സപ്പ് എനിക്ക് അയച്ചു. ഓ, ഞാൻ പോണില്ല അമ്മ, ഞാൻ ചുമ്മാ അതൊരു പൊട്ടിപ്പ തിരിച്ചു വരും. അതെ, കേട്ടല്ലേ? ഇറങ്ങാം. ഇനി ഇവിടെ ലിസ്റ്റ് കൂടും. നമ്മളിവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യണം. 5 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ബാക്കി നമ്മൾ വഴിയെ അറിയിക്കാം.
പോയി വരുമ്പോൾ എന്ത് കൊണ്ട് വരും? മലേഷ്യൻ ഒരു പെണ്ണെ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ മെസ്സേജ് അയക്കാം. ഞാൻ അവിടെ പോയി ഇൻസ്റ്റ കാണിച്ചു തരാം. നീ സെറ്റ് ചെയ്താ ഞാൻ കൊണ്ടുവരാം. മലയാളി പെമ്പിളാര് സെറ്റ് ചെയ്തെനിക്ക് കഴിവില്ല. അപ്പോഴാണ് മലേഷ്യ പെമ്പിളാര്. അത് പ്രാസം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കേരള ടൈമായി.